അതിലേക്കായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസാണ്. ഇതിനെത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങാം. എൻ്റെ പേര് ഡോക്ടർ ബി രാധാകൃഷ്ണൻ. ഞാൻ വിശ്വകർമ്മ ഐക്യവേദിയുടെ ചെയർമാനാണ്. ഇത് ശ്രീ വിഷ്ണുഹരി വിശ്വകർമ്മ ഐക്യവേദിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. അദ്ദേഹമാണ് ജാഥയുടെ മാനേജർ. ഞാൻ ജാഥ ക്യാപ്റ്റനാണ്. ഇത് ശ്രീ അഡ്വക്കേറ്റ് ഷാബു സുകുമാരൻ, അതുപോലെ തന്നെ ശ്രീ ചന്ദ്രശേഖരൻ, മധുകുമാർ, അതുപോലെ അങ്ങേറ്റമിരിക്കുന്നത് ശ്രീ ജയമോഹൻ. വിവിധ സംഘടനകളുടെ നേതാക്കളാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അവകാശ സംരക്ഷണ ജാഥ ഈ സമയത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 29-ാം തീയതി മുതൽ ഫെബ്രുവരി 4 വരെയാണ്. ഫെബ്രുവരി 4-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. ഫെബ്രുവരി 4-ന് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ വെച്ചാണ് ഞങ്ങളുടെ സമാപന സമ്മേളനം. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അവകാശ സംരക്ഷണ ജാഥ എന്ന് ചോദിച്ചാൽ, വിശ്വകർമ്മജർ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ളവരാണ്. ഈ അടുത്ത കാലത്തൊക്കെ NSSും SNDPയും തമ്മിൽ യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയും മറ്റുമൊക്കെ ഉണ്ടായി. ഇവിടെ ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈഴവ സമുദായവും നായർ സമുദായവും കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത്, എണ്ണം കൊണ്ട് ഏറ്റവും കൂടുതൽ പേരുള്ളത് വിശ്വകർമ്മ സമുദായത്തിനാണ്. പക്ഷെ നിങ്ങൾ പത്രക്കാർക്കും അതുപോലെ മറ്റ് മാധ്യമക്കാർക്കും എല്ലാം വ്യക്തമായിട്ടറിയാം, ആ പറയുന്ന കേരളത്തിലെ ഹിന്ദു ജനസംഖ്യയിൽ 3-ാം സ്ഥാനം വരുന്ന വിശ്വകർമ്മജർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നുണ്ടോ, പ്രാമുഖ്യം കിട്ടുന്നുണ്ടോ, ഭരണസിരാ കേന്ദ്രങ്ങളിലും മറ്റും എന്തെങ്കിലും അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിനുവേണ്ടി ഉള്ള ശ്രമം വിശ്വകർമ്മ ഐക്യവേദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല പ്രധാനപ്പെട്ട ധാരാളം വിശ്വകർമ്മ സംഘടനകളെ കോർത്തിണക്കിയാണ് ഞങ്ങൾ വിശ്വകർമ്മ ഐക്യവേദി ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ വിശ്വകർമ്മജർക്ക് കൂടുതൽ സംഘടനയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് 2020 മുതൽ വിശ്വകർമ്മ ഐക്യവേദി എന്നുള്ള ഒറ്റ പ്ലാറ്റ്ഫോം രൂപീകരിച്ചിട്ടുള്ളത്. 2020 മുതൽ പല കാര്യങ്ങൾക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനും, കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ധാരാളം ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് പലതും നടന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ഇതുവരെയും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ, പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വകർമ്മ ദിനം ആയിട്ടുള്ള സെപ്റ്റംബർ 17 അവധിയായി നൽകുക എന്നുള്ളത്. ഇന്നുവരെയും സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല. അതൊരു പാർഷ്യലായിട്ടുള്ളൊരു അവധിയാണ്, നിയന്ത്രിത അവധിയാണ്. അന്ന് വിശ്വകർമ്മജരായിട്ടുള്ളവർക്ക് മാത്രം അവധി കൊടുത്തിട്ട് കാര്യമില്ല. വിശ്വകർമ്മ ദിനം പൂർണ്ണമായി അവധിയാക്കുക, ഇതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കാരണം ഇതോടൊപ്പം അവധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന പല മറ്റവധി ദിനങ്ങളും പിൽക്കാലത്ത് ഈ സർക്കാർ വന്ന് മാറ്റിയിട്ട് പൂർണ്ണ അവധിയാക്കി മാറ്റി. അപ്പോഴും വിശ്വകർമ്മ ദിനം അങ്ങനെ ആക്കുന്നില്ല. ഇതിനുവേണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞങ്ങൾ ശ്രമങ്ങൾ നടത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് പോലും അതൊരു അവധി ദിനമായി നൽകുന്നില്ല. ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യകത. രണ്ടാമതായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് വരുന്ന വിശ്വകർമ്മജർക്ക് എന്തെങ്കിലും സീറ്റ് നൽകാൻ ഇവിടുത്തെ LDFോ UDFോ BJPയോ വലിയ താല്പര്യം കാണിക്കാറില്ല. കണക്കെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കേരളത്തിലെ നിയമസഭ ഉണ്ടായതിനു ശേഷം 1957 ശേഷം ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ 4 പേരാണ് MLA-മാരായിട്ട് ജയിച്ചു വന്നിട്ടുള്ള വിശ്വകർമ്മജരിൽ നിന്ന്. അതിൽ 1-2 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, TU രാധാകൃഷ്ണനും മറ്റുമൊക്കെ നേരത്തെ MLA ആയിരുന്ന ആളാണ്. അങ്ങനെ അപൂർവം ചിലർക്ക് മാത്രം സ്ഥാനം കിട്ടിയാൽ മതിയോ? ജനസംഖ്യയിൽ ഏകദേശം 10% വരുന്ന വിശ്വകർമ്മജർ. കേരളത്തിലെ ജനസംഖ്യയിൽ 10%, 35 ലക്ഷം 40 ലക്ഷത്തിനകത്ത് ആൾക്കാരുണ്ട്, അത് വ്യക്തമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആകെയുള്ള 140 സീറ്റിൽ 10% എന്ന് പറയുന്ന 14 സീറ്റ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ആ രീതിയിലല്ല സീറ്റുകൾ വിഭജിക്കുന്നെങ്കിൽ പോലും ഇവിടെ സീറ്റ് വിഭജനം വരുന്ന സമയത്ത് അവർക്കൊരു 4 വിഭാഗം മാത്രം മതി. അത് നിങ്ങൾക്കൊക്കെ അറിയാം, പത്രക്കാർക്കറിയാം. അവിടെ കുറച്ച് നായേഴ്സ്, എണ്ണം കൂടുതലായിരിക്കും നായേഴ്സ്. അത് കഴിഞ്ഞ് കുറച്ച് SNDPക്കാർ കാണും, പിന്നെ ക്രിസ്ത്യൻസ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു മന്ത്രിയായിട്ട് ഈ പറഞ്ഞ SC ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ കണ്ടേക്കും, തീർന്നു. ഇതല്ലാതെ
വിശ്വകർമ്മ ജനിൽ നിന്ന് മന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എം എൽ എ എങ്കിലും ആവണ്ടേ, എം എൽ എ ആവണമെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ അവസരം കൊടുക്കണ്ടേ, അതുപോലും കൊടുക്കുന്നില്ല കാലങ്ങളായിട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നടക്കുന്ന സമയത്ത് LDF ഒരു ആളിന് പോലും സീറ്റ് കൊടുത്തില്ല, UDF ഒരാളിന് പോലും സീറ്റ് കൊടുത്തില്ല, ആകെ BJP 2 പേർക്ക് കൊടുത്തു. അത് വലിയ ഗുണമുള്ളതുമായിരുന്നില്ല. എന്തായാലും ശരി, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള കളി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDF ആയാലും UDF ആയാലും BJP ആയാലും അർഹിക്കുന്ന പ്രാതിനിധ്യം നമുക്ക് കിട്ടിയേ പറ്റൂ. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥാനാർത്ഥി നിർത്തിയൊക്കെ ചെയ്യുമെന്നൊന്നും ഒന്നും അവകാശപ്പെടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, അത് കൃത്യമായ രീതിയിൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മണ്ഡലത്തിലും 20,000-നും 30,000-നും ഇടയ്ക്ക് വിശ്വകർമ്മജനായിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നല്ലൊരു വിഭാഗം വിശ്വകർമ്മ സമൂഹങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ളൊരു സംഘടന പറയുമ്പോൾ കേൾക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അക്കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ നിയമസഭാപരമായിട്ടുള്ള ഒന്ന്, ഈ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പലയിടത്തായിട്ട് വളരെയധികം പേർ മത്സരിച്ചു. ഒരു 1000-ഓളം പേർ കേരളത്തിൽ വിശ്വകർമ്മജർ മത്സരിച്ചു. അതിലൊരു 400-ഓളം പേർ ജയിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. കഴിഞ്ഞ ആഴ്ചയും 1-2 മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു. ചില പ്രദേശങ്ങളിലും മറ്റുമൊക്കെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും മറ്റുമൊക്കെ വന്ന വിശ്വകർമ്മജരായിട്ടുള്ള ആൾക്കാർക്ക് സ്വീകരണം കൊടുക്കുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പോരാ, നിയമസഭയിൽ ഞങ്ങളുടെ പ്രാതിനിധ്യം വേണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സംഭവങ്ങളിലേക്ക് വരണം. അതുപോലെ തന്നെ നമുക്ക് വേറെ ചില പ്രശ്നങ്ങളുള്ള PSC സംബന്ധിച്ചുള്ള കാര്യമാണ്. PSCയിൽ ആകപ്പാട് 3% റിസർവേഷനാണ്. അതുപോലും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതിന് ആനുപാതികമായി വന്നാൽ കുറച്ചും കൂടെ കൂടുതൽ ഇത് കിട്ടേണ്ടതാണ്. അതിനും ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഇനി ദേവസ്വം ബോർഡിലാണെങ്കിലോ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി അതിൽ കുറേ പേരെ എടുത്ത സമയത്ത് വിശ്വകർമ്മജരായിട്ട് വളരെ അപൂർവം പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എൻ്റെ കണക്ക് ഞാൻ അറിയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആകപ്പാടെ 5 പേര് മാത്രമേ വിശ്വകർമ്മജരായിട്ട് ദേവസ്വം ബോർഡിലുള്ളൂ. അതേസമയം 6000-ഓളം പേര് വരുന്നതിൽ 5000-ലധികം പേരും നായർ സമുദായത്തിൽ നിന്നാണ്. ബാക്കി കുറേ നമ്പൂതിരിമാർ, വളരെ കുറച്ച് പേര് ഇഴവര്, പിന്നെ ബാക്കി SC/ST വരുന്നു. വിശ്വകർമ്മജർ 5 പേരാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ ജനാധിപത്യ കേരളത്തിൽ? അത് പറ്റില്ല. അപ്പോൾ നമുക്ക് അർഹിക്കുന്ന ആ ഒരു പ്രാതിനിധ്യം കിട്ടണം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 2% റിസർവേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഇല്ല. BA, BSc, BCom കോഴ്സിൽ പഠിക്കുന്നവർക്കൊന്നും അതില്ല. MBBS തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കും അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സിനും മറ്റുമൊക്കെ 2% കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടുന്നില്ല. ഇനി അതിലും മെഡിക്കൽ രംഗത്തും മറ്റും PG തലത്തിൽ വരുമ്പോൾ അങ്ങനെയുമില്ല. അത് OBH, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു 7% വച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും കൂടെയാണ്, എത്രയോ ഹിന്ദു വിഭാഗത്തിന് ചേർത്താണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വിശ്വകർമ്മജനെ പരിഗണിക്കാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ജാഥയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട അവകാശ സംരക്ഷണ ജാഥ എന്ന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 29-ാം തീയതി കാഞ്ഞങ്ങാട് വിശ്വകർമ്മ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളും ടച്ച് ചെയ്ത് അവിടെ നിന്നെല്ലാം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ച്, അത് വിശ്വകർമ്മജരോട് മാത്രമല്ല ജനങ്ങളോട് സംവദിച്ച് രാഷ്ട്രീയക്കാരെയും മറ്റും ഒന്ന് കണ്ണു തുറപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ 4-ാം തീയതിയോടുകൂടി ഫെബ്രുവരി 4-ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ സമാപിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി അവിടെ നിന്ന് കാൽനടയായിട്ട് ജാഥയായിട്ട് വന്ന് ഈ ഗാന്ധി പാർക്കിൽ സമാപിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂടിയിട്ടുള്ളത്.